ആലപ്പുഴ പുന്നപ്ര സ്വദേശിനി ഉഷയുടെ വയറിനുള്ളിൽ ശസ്ത്രക്രിയ ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്രിക കുടുങ്ങിയ സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. വിഷയത്തിൽ പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് ഡിഎംഒയ്ക്ക് ലഭിച്ചു. വിശദമായ അന്വേഷണത്തിനായി വിദഗ്ധ സമിതി രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നൊക്കെയുള്ള ഡോക്ടേഴ്സിനെ ഉൾപ്പെടുത്തി ഒരു ടീം ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരിന്ന് തന്നെ അതിൻ്റെ അന്വേഷണം നടത്തി എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമപരമായി സ്വീകരിക്കേണ്ട എല്ലാ നടപടികളും സ്വീകരിക്കും. അതിൽ യാതൊരു ദാക്ഷിണ്യവും ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെ ഈ റിപ്പോർട്ട് പോലീസിന് കൈമാറുകയും ചെയ്യും. അതായത് ഈ റിപ്പോർട്ടിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കുറേ വർഷങ്ങൾക്ക് മുൻപുണ്ടായൊരു സംഭവം ആണ്. ചില കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. അത് മാത്രമല്ല, നിയമപരമായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അത് ആ നിലയിൽ പോകേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ അത് പോലീസിനും അത് കൈമാറുന്നതായിരിക്കും. വിദഗ്ധ സമിതി ഇന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കും. വിദഗ്ധ സമിതി റിപ്പോർട്ട് പ്രകാരം വകുപ്പ് തല നടപടി ഉണ്ടാകും. വീഴ്ച വരുത്തിയ ഇപ്പോൾ സർവീസിലുള്ള വ്യക്തികളെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്യും. റിപ്പോർട്ട് പോലീസിന് കൈമാറിയ നിയമ നടപടികൾക്ക് തുടർച്ചയുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. മാധ്യമ റിപ്പോർട്ടുകൾക്ക് പിന്നാലെ ഉഷയുടെ മകനുമായി സംസാരിച്ചിരുന്നു. ശസ്ത്രക്രിയയ്ക്ക് മുൻപും ശേഷവും ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടിരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. നോൺ പ്രാക്ടീസിംഗ് അലവൻസ് വാങ്ങുന്നവർ വീട്ടിൽ പ്രാക്ടീസ് ചെയ്യുന്നു എന്നതിന്റെ തെളിവാണിത്. ഇതുൾപ്പെടെ പരിശോധിച്ച നടപടി സ്വീകരിക്കും. ഉഷയുടെ ശസ്ത്രക്രിയയിൽ ആരോപണവിധേയയായ ഡോക്ടർ ലളിതാംബിക ഉയർത്തിയ വാദങ്ങൾ വീണ ജോർജ് തള്ളി. വീഴ്ച വരുത്തിയത് താനല്ല, ഉഷയെ ഓർമ്മയില്ല എന്ന നിലപാട് അംഗീകരിക്കാനാകില്ലെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരമാണ് ശസ്ത്രക്രിയകൾ നടക്കുന്നത്. സ്ക്രാബ് നേഴ്സ് ഇല്ലാതെ ശസ്ത്രക്രിയ നടക്കില്ല. എല്ലാ വീഴ്ചകൾക്കും ഇരുവർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും മന്ത്രി പ്രതികരിച്ചു.